50 രൂപ ബൈക്കിന് കൊടുത്ത് നേരാക്കി വെച്ചു വിട്ടു. ഡയറക്റ്റ് വിട്ടു. നേരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും എങ്ങനെയാണ് ബൈക്ക് മോഷ്ടിച്ചതെന്ന് പോലീസുകാരോട് വിവരിക്കുകയാണ് പ്രതിയായ തിരുച്ചിറപ്പള്ളി സ്വദേശി മുരുകേശൻ. മോഷ്ടിച്ച ബൈക്ക് പാലക്കാട് ഡിവൈഎഫ്ഐ നേതാവിൻ്റെതും. നേതാവ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. ബൈക്ക് വെച്ചത് പോലീസ് സ്റ്റേഷന് ബോർഡിന് കീഴിലും. അവിടെ നിന്നുമാണ് മുരുകേശൻ ബൈക്ക് പൊക്കിയത്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഗൾഫിൽ ഡ്രൈവർ ആയിരുന്നു മുരുകേശൻ. ജോലി നഷ്ടമായി മടങ്ങിയെത്തി. ചെന്നൈയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ജീവിത ചെലവ് താങ്ങാൻ കഴിയാത്തതായി. ഉണ്ടായിരുന്ന ബൈക്കിന്റെ 3 അടവും മുടങ്ങി. ഫിനാൻസ് ഇട്ടവർ ബൈക്ക് പൊക്കി. ഉള്ള ബൈക്കും കൂടെ നഷ്ടമായതോടെ മുരുകേശൻ ആകെ തളർന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പാലക്കാട്ടേക്ക് വണ്ടി കയറി. നടന്നു വന്നത് സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ. അവിടെ ഇരുന്ന ബൈക്ക് എടുത്ത് തള്ളി സമീപമുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ട് പറഞ്ഞു, താക്കോൽ കളഞ്ഞുപോയി, ഒന്ന് സ്റ്റാർട്ട് ചെയ്തു തരണമെന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ബൈക്ക് നേരെ വാളയാർ റെയിൽവേ സ്റ്റേഷന് സമീപം ഒളിപ്പിച്ചു. കാരണം പെട്രോൾ കുറവായിരുന്നു. വഴിയിൽ കിടക്കേണ്ട എന്ന് കരുതി കാണും. പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നും ബൈക്ക് മോഷണം പോയി എന്നറിഞ്ഞ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. SI ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിപുലമായ തെരച്ചിലിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. മോഷ്ടിക്കാൻ വന്നവന് എന്ത് പോലീസ് സ്റ്റേഷൻ? ബൈക്ക് തിരികെ ലഭിച്ച സന്തോഷത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് സ്റ്റേഷനിൽ മധുരം നൽകി. പോലീസ് സ്റ്റേഷന് മുന്നിൽ ആയതുകൊണ്ട് ബൈക്ക് കിട്ടി. ഇനി ഡിവൈഎഫ്ഐ നേതാവ് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ എന്തോ.